ഞാൻ കേട്ടായിരുന്നു. എന്ത്? അല്ല, അമ്മായിയപ്പന്റെ വക വൈകുന്നേരത്തെ മോട്ടിവേഷൻ ക്ലാസ്. സിദ്ധാർത്ഥന്റെ കൈ പിടിച്ചു നിക്കണമെന്ന്. അതേടാ, അതിന് നിനക്കെന്താ? സിദ്ധാർത്ഥന്റെ കൈ പിടിക്കണമെന്ന് തോന്നിയാല് ഞാൻ ആ കൈ പിടിക്കുക തന്നെ ചെയ്യും. ജീവിതകാലം മുഴുവൻ ആ കൈ കോർത്തു പിടിച്ച് ഒപ്പം നടക്കുകയും ചെയ്യും. ഒന്നും നടക്കത്തില്ലടി ദേവികേ. ഇപ്പൊ നിനക്ക് നിന്റെ കെട്ടിയവന്റെ ഹൃദയം വല്ലവന്റെ നെഞ്ചിക്കൂടിനകത്തിരുന്ന് മിടിക്കുന്നുണ്ടെന്നെങ്കിലും കരുതി ആശ്വസിക്കും. സിദ്ധാർത്ഥന്റെ കൈ പിടിക്കാൻ നീ തീരുമാനിച്ച ആ ഹൃദയത്തിന്റെ മിടിപ്പ് അങ്ങ് നിൽക്കും. ഓ, അതൊക്കെ നിന്റെ തോന്നല് മാത്ര. എല്ലാം ഇപ്പോഴും ജയിച്ചു നിൽക്കാൻ ആർക്കും ആവത്തില്ല. നീ ചിലപ്പോ 100 വർഷം കുറുക്കനായിട്ട് ജീവിക്കുമായിരിക്കും. പക്ഷെ സിദ്ധു ഒരു ദിവസം സിംഹമായിട്ട് ജീവിക്കും. എന്റെ സുധിയേട്ടനും അങ്ങനെയായിരുന്നു. അതാ നീയും അവരും തമ്മിലുള്ള വ്യത്യാസം. അതായിക്കോട്ടെടി, ആ സിംഹത്തെ വെട്ടി വീഴ്ത്തുന്നവനാ അടുത്ത രാജാവ്. ഒരു സിംഹം തീർന്നു, ഇനി അടുത്തവൻ സിദ്ധാർത്ഥൻ. കാലന്റെ ബാങ്കിലെ ഞാൻ അവനൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ചിട്ടിക്ക് ചേർന്നു. പക്ഷേ ചിട്ടി വട്ടമെത്തുന്നതിന് മുമ്പ് കുറി വിളിച്ചെടുക്കരുതെന്ന് അവനോടൊന്ന് പറഞ്ഞേക്കണം. ആണോ? എങ്കിലതൊന്ന് കാണണല്ലോ. നീയും നിന്റെ അമ്മയും ചേർന്ന് ലോകം കീഴ്മേൽ മറിക്കുന്നാണെങ്കില് അത് ചെയ്ത് കാണിക്കടാ. സിദ്ധുവിനെ കല്യാണം കഴിക്കണം നീ ദേവിക തീരുമാനിച്ച അത് നടന്നിരിക്കും. അമ്മയും മോനും സർവാണി സദ്യ ഉണ്ണാൻ വന്നേച്ചാ മതി. നല്ല തൂഷനില 2 പേർക്ക് ഞാൻ തന്നെ വെച്ചിരുന്നുണ്ട്. അതിനു മുമ്പ് അവന് വേണ്ടി ഞാൻ വേറൊരു വെട്ടുപിടി നീട്ടി വിരിച്ച് കിടത്താൻ. നീ നോക്കിയോ.